എന്താണ് ഇപ്പൊ തോന്നുന്നത്? ആ 2 വർഷത്തെ കഷ്ടപ്പാടുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഈ അവാർഡിന് വരുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു? പ്രൗഡാണ് അപ്പൊ തന്നെ പ്രൗഡാണ്. ഒന്നിലും ഒരു റിസ്ക് എടുത്തപ്പോൾ അത് സക്സസ് ആയെന്നുള്ളൊരു സന്തോഷം മാത്രം. ഭയങ്കര സമാധാനമായിരുന്നു. ഒന്നാമത് കോളേജ് എത്തി, അവിടുത്തെ സെമ്മൊക്കെ കഴിഞ്ഞ് ബ്രേക്കിലേക്കാണ്. അപ്പൊ അതിന്റെ സമാധാനമുണ്ട്. പിന്നെ എന്താ പറയാ, ഇവിടെ കഴിഞ്ഞ് നല്ലൊരു സ്ഥലത്താണ് എത്തിയത്. ക്യാമ്പസ് അടിപൊളിയാണ്. സെറ്റപ്പാണ്. സുറത്തിൽ അറിയാലോ, അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ബാക്കി മോശം പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളിയാണ് സുറത്തിൽ. അപ്പൊ എന്താണ് മക്കളോട് പറയാനുള്ളത്? ഇനി എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മക്കളടുത്ത് പറയാനുള്ളത്? നല്ലോണം ഇരുന്ന് പഠിക്കുക, വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും പോകേണ്ടിരുന്ന് പഠിക്കുക. അനുപമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മറ്റു കുട്ടികളൊക്കെ ഒരു തവണ മാത്രമേ സൈലം അവാർഡ്സ് കണ്ടവരുണ്ടായുള്ളൂ. പിന്നീട് അവർ അവാർഡ് ഫംഗ്ഷനിൽ ഗസ്റ്റ് ആയിട്ടായിരിക്കും വന്നത്. പക്ഷേ അനുപം 2 സൈലം അവാർഡ്സ് കണ്ട ആൾക്കാരാണ്. അതായത് അനുപം സൈലത്തിൽ റിപ്പീറ്റർ ആയിരുന്നു അല്ലേ? അതായത് റിപ്പീറ്റ് ചെയ്തു, പക്ഷെ അവൻ്റെതല്ലാത്ത കാരണത്താൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഉദ്ദേശിച്ച റാങ്ക് പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ അനുപം ഒന്ന് റിസ്ക് എടുത്തു. ആ റിസ്ക് ഒരു വലിയ റിസ്ക് ആയിരുന്നു. കാരണം ഇപ്പോഴും അനുപമിൻ്റെ കോള് ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, സാർ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് റിസ്ക് എടുത്തു. ആ റിസ്ക് അച്ചീവ് ചെയ്തു. 99.1% വാങ്ങി അനുപം ഇപ്പോൾ NIT സൂറത്ത് സ്റ്റുഡൻ്റ് ആണ്. ഇന്നിവിടെ സൈലം അവാർഡ് ഫംഗ്ഷനിൽ വന്നിരിക്കുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല, അത് കാണാൻ വേണ്ടി വന്ന ആളല്ല. വളരെ പ്രൗഡ് മൊമെൻറ്റോടെ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്, അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയെന്നാണ് അനുപം. സോ അനുപം, എന്താണ് ഫീല്? അഥവാ ആ പറഞ്ഞ 2 വർഷത്തെ കഷ്ടപ്പാട് അല്ലേ, നമ്മളല്ലാത്ത കാരണത്താൽ ഫസ്റ്റ് സ്കിപ്പായി പോയി, എന്നിട്ട് ഇപ്പം നമ്മൾ ഒരു അടിപൊളിയായിട്ട് അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുക. എന്താണ് അതിൻ്റെ ഒരു ഫീലൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും? സന്തോഷമാണ്. ഫസ്റ്റ് പ്രാവശ്യം തന്നെ വിചാരിച്ചത് അടുത്ത പ്രാവശ്യം എന്തായാലും ഞാനിവിടെ ഉണ്ടാവും, തൊട്ടടുത്തല്ല ഞാൻ ഉണ്ടാവും വിചാരിച്ചതാ. അപ്പം ആ സമയത്ത് അത് പറ്റിയില്ല. പിന്നെ കുറച്ച് റിസ്ക് എടുത്തു. പിന്നെ ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിലായി ഇപ്പം ഇവിടെ വരാൻ പറ്റി. ഹാപ്പി. എന്താണ് ഇപ്പം തോന്നുന്നത്? ആ 2 വർഷത്തെ കഷ്ടപ്പാടുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഈ അവാർഡിന് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ വന്ന് നമ്മളെ ഈ അവാർഡ് ഫംഗ്ഷൻ നമ്മൾ കാലിക്കറ്റ് ട്രേഡ് സെൻ്ററൊക്കെ കാണുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു? പ്രൗഡാണ് അത്ര തന്നെ. പ്രൗഡാണ്. ഒന്നിലും ഒരു റിസ്ക് എടുത്തപ്പോൾ അത് സക്സസ് ആയെന്നുള്ളൊരു സന്തോഷം മാത്രം. സന്തോഷമുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അതായത് സാധാരണഗതിയിൽ നമ്മൾ കാലിക്കറ്റിലേക്ക് വരുന്നതും അല്ലേ, കാരണം കണ്ണൂരാണ് വീട്. കണ്ണൂരോടൊപ്പം എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഭാരങ്ങളായിട്ടായിരിക്കും ഇറങ്ങുക. ശരിയല്ലേ? അല്ലേ? ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകും. അതായത് 2 ദിവസം വീട്ടിൽ നിന്നും, അപ്പോൾ ഒരുപാട് സമയം നമ്മൾ പഠിക്കാതിരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നീട് നമ്മൾ എന്താണ് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഒരുപാട് ഭാരങ്ങളായിട്ട് ഇറക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ റെയിൽവേ സ്റ്റേഷനിലെ ഇറക്കം എങ്ങനെയായിരുന്നു? ഭയങ്കര സമാധാനമായിരുന്നു. ഒന്നാമത് കോളേജ് എത്തി, അവിടുത്തെ സെമ്മൊക്കെ കഴിഞ്ഞ് ബ്രേക്കിലേക്കാണ്. അപ്പോൾ അതിന്റെ സമാധാനമുണ്ട്. പിന്നെ എന്താ പറയാ, ഇവിടെ കഴിഞ്ഞ് നല്ലൊരു സ്ഥലത്താണ് എത്തിയത്, അതിൻ്റെ ഉണ്ട്. പിന്നെ മുന്നത്തെ മാതിരി എന്താ ആ ഒരു പ്രഷറൊന്നും ഇല്ല. കൂളാണ് ഇപ്പോൾ. കൂളായിട്ടാണ് അല്ലേ? എങ്ങനെയുണ്ട് ക്യാമ്പസും അതിൻ്റെ ലൈഫൊക്കെ? ക്യാമ്പസ് അടിപൊളിയാണ്. സെറ്റപ്പാണ്. സുറത്തിൽ അറിയാലോ, അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ബാക്കി മോശം പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളിയാണ് സുറത്തിൽ. അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അക്കാഡമിക്സ്? കുഴപ്പമില്ലാണ്ടിങ്ങനെ പോകുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ കയറാറുണ്ടോ? 75 അറ്റൻഡൻസ് ആണല്ലോ, അതിന് വേണ്ടിയിട്ട് കയറും. ബാക്കി ഫുൾ എൻജോയ്മെന്റ്. പിന്നെ കുറച്ച് പഠിച്ചാൽ ഇവിടെ നിന്നുള്ള റിസ്ക് ഒന്നുമില്ല. അവിടെ പോയാൽ നമുക്ക് ജസ്റ്റ് നല്ലൊരു CG മെയിൻറ്റെയിൻ മാത്രം പഠിച്ചാൽ മതി. അതിനങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ ഒരു ഇത് അങ്ങനെ എല്ലാവരും പറഞ്ഞ് ചെയ്താക്കണ്ട കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്ര റിസ്ക് എടുത്ത ഒരു കുട്ടി എന്ന നിലയിൽ മോനിക്ക് ഇപ്പം അവസാനമായിട്ട് ഇനിയിപ്പം കുറച്ച് ജെയ്മെയിൻ ഫേസ് 1 കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്താണ് മക്കളോട് പറയാനുള്ളത്? ഇനി എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മക്കളടുത്ത് പറയാനുള്ളത്? നല്ലോണം ഇരുന്ന് പഠിക്കുക, വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും പോകേണ്ടിരുന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പം കുട്ടികൾ ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മാറ്റി വെക്കാനാണ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ മാറ്റി വെക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു ടെക്നിക്ക് എന്തായിരിക്കും? ഒന്നുമില്ല, നമുക്കിനി ഒരു മാസമേ ഉള്ളൂ. ആ ഒരു മാസം കുറച്ചധികം മാറ്റി വെച്ചാൽ പിന്നെ അങ്ങോട്ട് എൻജോയ് ചെയ്യാലോ. ഫുൾ എൻജോയ്മെന്റ്. പഠിത്തവും അതിൻ്റെ കൂടെ മോസ്റ്റ് എൻജോയ്മെന്റ്. പിന്നെ അങ്ങോട്ട് ഇത് ഉപയോഗിക്കല്ലോ. ഒരു മാസത്തേക്ക് നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കുന്നതിനെ കൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ചിന്തിച്ചാൽ മതി. ഓക്കെ. കോളേജിലെ പ്രോഗ്രാം ഒക്കെ ആഴ്ചക്കാഴ്ചയൊക്കെ പ്രോഗ്രാമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത റിസ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് വാസ് വെരി ഹ്യൂജ് അല്ലേ? അപ്പം മക്കളെ ശ്രദ്ധിക്കുക, ആ റിസ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കാലം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നിങ്ങൾ സെറ്റാവും. അതായത് 4 വർഷത്തെ BTech ലൈഫ് അത് അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടാൻ വേണ്ടി പോയി നമുക്ക് കിട്ടാൻ പോകുന്ന ബ്രാൻഡ് വാല്യൂ, അതുപോലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, പിന്നെ ജോലി, നമ്മുടെ സെറ്റിൽമെൻറ്റ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഷ്ടപ്പെട്ട് ഇത് പഠിക്കുക. നമുക്ക് ഇനിയും കാണണം, ഇനിയും നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് വരണം. അനുപം. ഓക്കെ, താങ്ക് യു.